ഹലോ ഗൈസ്, എന്താണ് വിശേഷം? സുഖമല്ലേ? നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മറീനാൽ ബന്ദർ അൽ റൗദ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ മെയിനായിട്ടുള്ളത് ഡോൾഫിൻ വാച്ചിങ് കാണാനുള്ളത്. മസ്കത്തിൽ നിന്ന് അരമണിക്കൂർ റണ്ണിങ്ങേ ഇങ്ങോട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് രണ്ട് വിധത്തിൽ ബുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി കമോൺ ഫോളോ മീ. ഡോൾഫിനെ കാണാനുള്ള പ്ലാനിലായിരുന്നു, പക്ഷേ ഡോൾഫിനെ കാണാൻ അവർ ആദ്യം 8 മണിക്കാണ് അവർ വരാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് തൽക്കാലം 8 മണിന്ന് 10 മണിയാക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞ് അവസാനം 10 മണിക്ക് ആക്കിയിട്ടുണ്ട്. ഏതായാലും വന്നല്ലേ, കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ തൽക്കാലം ഞങ്ങളിപ്പോൾ പാലസിലാണ്, മസ്കറ്റ് പാലസിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ തൽക്കാലം ഈ മസ്കറ്റ് പാലസ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. അടിപൊളി വ്യൂസ് ആണ്. തൽക്കാലം ഒരു തൊപ്പിയൊക്കെ ഇട്ടുണ്ട്, കാരണം മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്ക് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ അഭ്യർത്ഥന പ്രമാണിച്ചിട്ട് മൈക്ക് വെച്ച്, കാരണം സൗണ്ട് കേൾക്കില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. തൽക്കാലം എന്തായാലും മൈക്കൊന്ന് ഓർഡർ ചെയ്തു. മസ്കറ്റിൽ വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട സാധനം തന്നെയായിട്ട് നമ്മൾ കാണിച്ചിരുന്നു ഓരോ എപ്പിസോഡിലും. ഇൻഷാല്ലാ ഓരോ സീരീസ് സെറ്റിങ്സ് എല്ലാം മസ്കറ്റ് നമ്മൾ കംപ്ലീറ്റ് കാണിച്ചിട്ട് മടങ്ങുള്ളൂ. സപ്പോർട്ട് ചെയ്യണം, അതായത് സപ്പോർട്ട് ചെയ്യണം. മസ്കറ്റ് പാലസൊക്കെ വന്നതിനെ കുറിച്ച് വൈകുന്നേരം വരെ രാവിലെ നേരത്തെ വരും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിരിക്കുന്നു. നല്ല ചൂട് തന്നെ 40ൻ്റെ മുകളിൽ കിടന്നു. നമ്മളത് ഡ്യൂട്ടി സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ സമയത്ത് വരുന്നത്. ഇതാണ് മസ്കറ്റ് പാലസ്. ആ ഗേറ്റ് വരെ നമുക്ക് അലൗഡ് ഉള്ളൂ, വിദേശികൾക്ക് അലൗഡ് ഉള്ളൂ. ആ ഗേറ്റ് വരെ അലൗഡ് ഉള്ളൂ. സുൽത്താൻ ഒരുപാട് പാലസ് ഉണ്ട്, അതിലൊരു പാലസാണ് ഇതുള്ളത്. പിന്നെ എന്താ പറയുക, ഈ നാഷണൽ ഡേക്ക് അത്യാവശ്യം ക്രൗഡായിരിക്കും, അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഭാഗത്തേക്ക് വന്നിരിക്കാനൊക്കെ. പിന്നെ ആ കോട്ട ഉണ്ടല്ലോ, ആ കോട്ടയുടെ തൊട്ട ബാക്കിലാണ് കടലുള്ളത്. നമ്മൾ ഡോൾഫിൻ വാച്ചിങ് പോകുമ്പോൾ സമയത്ത് നമുക്ക് കോട്ടർ ബാക്ക് സൈഡ് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇൻഷാല്ലാ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. സാധാരണ ഇവിടെ ഒമാനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം തന്നെയാണ് രാജ്യങ്ങളിൽ. പക്ഷേ ഇപ്രാവശ്യം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ മെയ് മാസം തുടങ്ങിയിട്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ഇത് റെഡി ആവല്. അപ്പോൾ ഇത് കണ്ടില്ല, ഈത്തപ്പഴം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തെങ്ങൊക്കെ റെഡിയാക്കുന്ന പോലെയൊക്കെ വൃത്തിയാക്കി. ഇതൊരു എന്താ പറയുക, ക്യാബേജിലൊക്കെ വരുന്ന ഒരു കവറാണ്. പക്ഷേ ക്യാബേജിലല്ല, സെപ്പറേറ്റൊക്കെ മേടിക്കുന്ന കവറാണ് റെഡിയാക്കി കെട്ടി വെച്ചിരിക്കുന്നത്. ഒന്ന് കൊയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്.
ഇനി ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ ഒക്കെ റെഡി ആവും. അപ്പത്തിന് ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ഉടനെ അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് മേടിക്കാനായി ഞങ്ങൾ കൗണ്ടറിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേർക്കുള്ള കൗണ്ടറിൽ നിന്ന് അതിൻ്റെ പാസ്സൊക്കെ മേടിച്ചു, അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. മറ്റേ നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ. അത് മലയാളിയുടെ ഇതിൻ്റെ നേതൃത്വമെല്ലാം കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്പർ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ യാത്ര ആയിട്ടാണ് ഞങ്ങൾ ഡോൾഫിൻ വാച്ച് എന്നുള്ള കേന്ദ്രത്തിൽ ഞങ്ങൾ യാത്ര ആകണം. മക്കളെ അടിപൊളി ലൊക്കേഷൻ ആണ് കാത്താകർത്ത് കാറ്. ഞങ്ങളവിടെ എല്ലാവരും ഫുള്ള് യൂറോപ്യൻസ് ആണ്, 2-3 മലയാളീസ് ഉള്ളൂ. എന്നാലും വേണ്ടില്ല, നിങ്ങളും അത്ര പേരും എൻജോയ് ചെയ്തല്ലോ കേട്ടോ. എൻജോയ് ചെയ്യണം. എടുത്തോ ഫ്രണ്ട് എടുക്ക്, എൻജോയ് അവരിട്ടാ. 2 മണിക്കൂറാണെന്ന്. ഇന്ന് 2 മണിക്കൂർ തകർക്കുന്നത്. ആദ്യമായിട്ടാണ് വെള്ളത്തിൽ. അരമണിക്കൂറോളം പോയിട്ട് ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഡോൾഫിൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ 5-6 ഇതേപോലുള്ള കമ്പനിക്കാർ ഒരുപാടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറപ്പിക്കണം, അപ്പോൾ പറപ്പിക്കണം. അടിപൊളി വേണ്ടി ഡോൾഫിൻ്റെ അതവിടെ തോന്നുന്നതാണ്. ഇവിടെ കണ്ടിട്ടോ, കണ്ടിട്ടോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild.
elephant shape, look like sitting elephant. നമ്മളെ ആനയുടെ രൂപമാണ് കാണുന്നത് കേട്ടോ. Ana. Look like Omani hat. Omani face look like. ഒമാന്റെ തലയാണ് ഇതിന്റെ അതിന്റെ തല പോലെ ഉണ്ടെന്ന് പറയുന്നത്. രാജാവിന്റെ. നമ്മളെ അന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പറയും? സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ഈ 5 റിയാലിക്ക് വെർത്താണോ? How is your journey today? Okay, good. Okay. My friend, Captain, is that good? ഗൈസ് ഞങ്ങൾ ഡോൾഫിൻ വാച്ച് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഡോൾഫിനൊക്കെ കണ്ടു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ പിന്നെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.